കാലിപ്പോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ എവറസ്റ്റ് കീഴടക്കാൻ പോകുന്ന യാത്രയിലാണ്. ബുദ്ധ എയറിൽ 1 hour എവറസ്റ്റ് കാണുവാനുള്ള യാത്രയാണ്. ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. രാവിലെ 5 മണിയായപ്പോൾ ഞങ്ങൾ റൂമിൽ നിന്ന് കാഠ്മണ്ഡു ഡൊമസ്റ്റിക് എയർപോർട്ടിലെത്തി. അവിടുന്ന് 1 hour ജേർണിയിൽ എവറസ്റ്റ് കാണാനുള്ള യാത്ര തുടങ്ങിയാണ്. നമ്മുടെ ടീമിൽ നിന്ന് 32 പേര് ഈ യാത്രയിലുണ്ട്. നേപ്പാൾ യാത്രയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്നാണ് ഈ 1 hour എവറസ്റ്റ് ബേസ് ക്യാമ്പ് എല്ലാം കണ്ട് നമുക്ക് ഫ്ലൈറ്റിൽ തിരിച്ചു ഉള്ളത്. ഇത് ആക്ച്വലി നമ്മുടെ ട്രിപ്പിൽ പാക്കേജിൽ ഉൾപ്പെടുത്തിയില്ലായിരുന്നു. എങ്കിൽ അവിടെ ചെന്ന് നമ്മൾ 9,000 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് ബുദ്ധ എയറിൽ കുറേ ഫ്ലൈറ്റുകൾ ഉണ്ട്. നമ്മൾക്ക് ടിക്കറ്റ് എടുത്ത് ബുദ്ധ എയറിലാണ്. ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് ബസ്സിൽ ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എല്ലാവരും വളരെ അഭിമാനത്തിലും നല്ല സന്തോഷത്തിലുമാണ്, എക്സൈറ്റ്മെൻറ്റിലുമാണ്. നമുക്ക് ഈ ഫ്ലൈറ്റ് യാത്ര നമ്മുടെ ഓർമ്മയിൽ മറക്കാതെ ഉള്ള ഒരു കാര്യമാണല്ലോ. നമ്മൾ വീഡിയോയിൽ മാത്രം കണ്ടിട്ടുള്ള ഒരു യാത്രയാണ്. അപ്പോൾ ഇത് ബുദ്ധ എയർ ഉണ്ട്, വേറെ 1, 2, 3 ഫ്ലൈറ്റുകളുണ്ട്. ഈ ഫ്ലൈറ്റുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബുദ്ധ എയറാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത്. നമ്മൾ പ്രത്യേകത എന്ന് വെച്ചാൽ 1 സൈഡിലാണ് സീറ്റ് 2 സീറ്റ് ഉണ്ടെങ്കിൽ ഈ 1 സൈഡിൽ വിൻഡോ സൈഡിലാണ് അത്രയും നമ്പർ. ഒരു ഞങ്ങളുടെ 32 പേര് കൂടാതെ 2 പേരും കൂടി ഇതിൽ അഡീഷണൽ ഉണ്ടായിരുന്നു. ബാക്കി മുഴുവൻ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരായിരുന്നു. എല്ലാവരും വളരെ വിൻഡോ സൈഡെല്ലാം വെച്ച് സീറ്റ് എടുത്ത് നല്ല സന്തോഷത്തിലാണ്. 1 സൈഡിൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് വ്യൂ കാഴ്ചകൾ കൂടുതൽ, തിരിച്ചു വരുമ്പം വലത് സൈഡിൽ. അപ്പം സാധാരണഗതിയിൽ നമുക്ക് കോക്പിറ്റിലൊക്കെ കയറി ഫോട്ടോയൊക്കെ എടുക്കാം. പക്ഷേ ഇപ്രാവശ്യം ഈ കോവിഡിന് ശേഷം ഇവർ ഫോട്ടോ എടുക്കാൻ പെർമിഷൻ കൊടുക്കുന്നില്ല. അപ്പം ഞങ്ങൾ സീറ്റ് ബെൽറ്റെല്ലാം ഇട്ട് വളരെ സന്തോഷത്തിൽ എയർ ഹോസ്റ്റസ് എല്ലാം വന്ന് നമുക്ക് ഇതിൻ്റെ ഫോട്ടോയും ഇതിൻ്റെ ഏതൊക്കെ പീക്കിൽ നമുക്ക് കാണാം, എവറസ്റ്റിൻ്റെ ബേസ് ക്യാമ്പ് കാണാം, അങ്ങനെയെല്ലാം ഡീറ്റെയിൽസ് എല്ലാം തന്നു വളരെ നല്ല സൗമ്യമായിട്ടെല്ലാം പെരുമാറി. നമ്മൾക്ക് 29,000 ഹൈറ്റ് മുകളിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എവറസ്റ്റിൻ്റെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്, മഞ്ഞുരുക്കി തിരുന്നുണ്ട്. ഇതാണ് നമുക്ക് അതിൻ്റെ ഏതൊക്കെ പീക്സ് കാണാമെന്നുള്ള ഡീറ്റെയിൽസ്, ബുദ്ധ എയറിൻ്റെ ഡീറ്റെയിൽസ് തന്നു, എത്ര ഫീറ്റ്, ഇതെല്ലാം ഡീറ്റെയിൽസ് തന്നു. വളരെ സങ്കടകരമെന്ന് പറയട്ടെ, ഇതെല്ലാം റെഡിയായി ഞങ്ങളെല്ലാം ക്യാമറയെല്ലാം ഓണാക്കി റെഡിയാക്കി ഇരുന്നപ്പോഴാണ് ഒരു അനൗൺസ്മെൻറ്റ് വന്നു. ഇന്നത്തെ യാത്ര ക്യാൻസൽ ചെയ്തു. കാരണം ഇന്നലെയും നല്ല മഴയാണ്ട് ക്യാൻസൽ ചെയ്തെന്ന്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ബലൂണിൻ്റെ കാറ്റ് പോയ പോലെ സങ്കടത്തിലായി. ഞങ്ങൾ തിരിച്ച് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി തിരിച്ച് ഉള്ള നമ്മുടെ റിട്ടേൺ ട്രിപ്പിൽ എയർപോർട്ടിൻ്റെ എക്സിറ്റിലോട്ടുള്ള റിട്ടേൺ ട്രിപ്പിലാണ്. കാരണം പിന്നെ ഒരു ദിവസം നമുക്കിത് പിറ്റേ ദിവസം വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല, നമ്മുടെ പാക്കേജിൽ എല്ലാം ഡിസ്റ്റർബൻസ് ആവും. അങ്ങനെ വളരെ സങ്കടകരമായിപ്പോയി. ഇനി പോകുന്നവർ ഈ യാത്ര മിസ് ചെയ്യൽ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗുഡ് ബൈ.